ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു പള്ളിയിൽ ഉത്സവം കൂടാൻ പോയതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് നേരെ ബസ് പിടിച്ചു. അവിടെ നിന്ന് നേരെ കൊട്ടിയം ബസ്സിൽ കയറി. അപ്പോൾ അവിടെ നിന്ന് റോഡിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ട് പോവുകയാണ്. അങ്ങനെ ചാത്തന്നൂർ എത്തിയപ്പോഴേ അവിടെ ഒരു KSRTC ഗ്രാമം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കിടക്കുന്നുണ്ട്. കാണാനും ഒരു വെറൈറ്റി, എന്താണെന്നറിയില്ല, നല്ല രസമുണ്ടായിരുന്നു. അത് കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ അതിന് ഒന്ന് വീഡിയോ എടുത്ത് വെച്ച്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം കാണാത്തവരുണ്ടെങ്കിൽ കാണത്തേന്ന് വിചാരിച്ചു. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറിയപ്പം പിന്നെ ഫുള്ള് റോഡിൻ്റെ പണികളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ കാണാം, കുറേ ഇടത്ത് മണ്ണിങ്ങനെ കൂട്ടിയിട്ടേക്കുന്നു, കുറേ ഇടത്ത് ഇങ്ങനെ കിളച്ചിട്ടേക്കുന്നു. അങ്ങനെ വിവിധ ഇനം കാഴ്ചകൾ കാണാം നമുക്കിപ്പോൾ റോഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ. അങ്ങനെ ഞങ്ങൾ നേരെ കൊട്ടിയത്തിറങ്ങി. അവിടെ നിന്ന് ആൾക്ക് 10 രൂപ വെച്ചിട്ട് ഓട്ടോ കിട്ടുമായിരുന്നു. അങ്ങനെ ഓട്ടോയിൽ കയറിയിട്ട് ഞങ്ങൾ പുല്ലിച്ചിറ പള്ളിയിൽ പോയി. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ അവർ ട്രാഫിക് തിരക്ക് വരുമ്പോൾ അവർ ആ സ്ഥലം അഡ്ജസ്റ്റ് ചെയ്ത് അവർ ഇറക്കിത്തരും. എന്നിട്ട് നമ്മളിങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ കുറച്ചങ്ങോട്ട് നടന്ന് ഓരോരോ കാഴ്ചകളൊക്കെ കണ്ട് 2 സൈഡിലും സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വാങ്ങിക്കാനുള്ളത്. നമ്മൾ വണ്ടി ഇറങ്ങുമ്പോൾ തന്നെ അവിടെ ഒരുപാട് പേര് ഈ പള്ളിയിലത്തേക്ക് മെഴുകുതിരി, വെറ്റില, ഈ സാധനമൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് വരും. അപ്പം നമ്മളതിൽ നിന്ന് മെഴുകുതിരി മേടിച്ച് അതും കൊണ്ടാണ് പോയത് നേരെ പള്ളിയിലോട്ട്. പിന്നെ നമ്മൾ നേരെ പള്ളിക്കകത്തോട്ട് കയറി. അപ്പോൾ ഈ പള്ളിയിൽ കയറുന്ന അവിടെ തന്നെ ഈ എന്താ പറയുക, ഉപ്പും പാളയെന്ന് പറയും ഇതിന്. ഇതെന്തോ തലയിൽ വെച്ച് പോകുമ്പം എന്താണ് നമുക്ക് അസുഖങ്ങളൊന്നും വരത്തില്ല എന്നുള്ളൊരു വിശ്വാസം. അപ്പോൾ അവർ അമ്മയും മാമിയൊക്കെ അതെടുത്തു. അങ്ങനെ അവരതും കൊണ്ട് പോവുകയാണ്. ക്യൂ നിന്ന് അത് മാതാവിൻ്റെ മുമ്പ് കൊടുക്കണം. അപ്പോൾ അവിടെ നിന്ന് പ്രസാദം പോലൊരു സാധനം, നമുക്ക് അവലോസുപൊടിയുടെ ടേസ്റ്റാണ്. അപ്പോൾ അതേപോലത്തെ ഒരു സാധനമാണ് കിട്ടുന്നത് അവിടെ നിന്ന്. അങ്ങനെ അവർ ക്യൂ നിൽക്കാനുള്ള പുറപ്പാടിലാണ്. ഞാൻ അവരെ പേക്കെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നടക്കുകയാണ്. ലാസ്റ്റ് അവർ മാതാവിനെ കണ്ടു. അത്യാവശ്യം ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ നിർത്താനൊന്നും സമ്മതിക്കില്ല, പെട്ടെന്ന് പറഞ്ഞു വിടും. അങ്ങനെ കണ്ടു, ഇറങ്ങി. അപ്പോൾ അവർ കയ്യിൽ കൊടുക്കുന്നതെന്ന് വെച്ചാൽ അവലോസ് പൊടിയാണ്. അപ്പോൾ ആ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പ്രസാദം മേടിച്ചിട്ട് ഇറങ്ങി, എനിക്കും തന്നു, ഞാനും കഴിച്ചു. മാതാവിനെ കണ്ട് തൊഴുതിന് ശേഷം പിന്നെ അവിടെ ഒരു കാണിക്ക വഞ്ചി പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ വിഷമങ്ങളോ എന്തുണ്ടെങ്കിലും അവിടെ നിന്ന് തന്നെ ഒരു പേപ്പർ തരും. ആ പേപ്പറിൽ എന്താണോ നമുക്ക് എഴുതാനുള്ളത് അത് എഴുതുക, അത് നേരെ ആ പെട്ടിക്കകത്ത് ഇടുക. അപ്പോൾ അത് നടക്കും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മാറും എന്നുള്ളൊരു വിശ്വാസത്തിൽ ചെയ്യുന്നതാണ്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ പള്ളിയൊക്കെ മൊത്തത്തിൽ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് സൈഡെന്ന് പറഞ്ഞാൽ കായലാണ്. അപ്പോൾ ഈ ഒരു ഐതിഹ്യമുണ്ട്, ഈ പോർച്ചുഗീസുകാർ വന്ന ടൈമിൽ കപ്പലിൽ കൊടുങ്കാറ്റുണ്ടായ സമയത്ത് അവർക്ക് സാധനങ്ങളെല്ലാം പുറത്തിടേണ്ടി വന്നു. അപ്പോൾ ആ ടൈമിൽ ഈ മാതാവിൻ്റെ രൂപം എടുത്ത് വെള്ളത്തിയിട്ടപ്പോൾ കൊടുങ്കാറ്റൊക്കെ ശമിച്ചു. അപ്പോൾ അത് എവിടെയാണോ തീരത്ത് അടിയുന്നത് അവിടെ അവർ ഒരു ദേവാലയം നിർമ്മിക്കും എന്നുള്ളൊരു ഐതിഹ്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ആണ് ഈ പള്ളി നിർമ്മിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. എനിക്കറിയത്തില്ല, അങ്ങനെയാണ് പറയപ്പെടുന്നത്. പിന്നെ മാതാവിനെ രൂപം പുറത്തിറക്കി. പിന്നെ പുറത്തിറക്കിയതിന് ശേഷം നാളെ തിരിച്ചു കയറ്റും, അങ്ങനെയാണ് പറയുന്നത് കേട്ടത്. അപ്പോൾ എനിക്കതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞുകൂടാ. പിന്നെ അതിനുശേഷം ഫുഡെല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കിട്ടുക എന്നുള്ളത് ഭയങ്കര ടാസ്ക്കായിരുന്നു, വളരെ ടാസ്ക്കായിരുന്നു. ഫുഡ് കഴിക്കാൻ ഇമാതിരി എനിക്ക് കിട്ടിയിട്ടേ ഇല്ല. ചിക്കൻ ബിരിയാണി ആയതുകൊണ്ടായിരിക്കും, നല്ല തിരക്കായിരുന്നു. ഓരോരുത്തരും 4-5 പൊതിയൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നു. അത് നോക്കിക്കൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. പിന്നെ എങ്ങനെയൊക്കെയോ കിട്ടി, ഒരു പൊതി കിട്ടി. അത് പിന്നെ ഞങ്ങൾ 3 പേരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചു. പിന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ തിരിച്ചു. അവിടെ നിന്ന് തിരിച്ചത് ഓട്ടോയിൽ തന്നെയാണ് വന്നത്. 10 രൂപ എടുത്തുള്ളൂ. ആൾക്ക് 10 രൂപ എടുത്തു. വന്ന് കൊട്ടിയത്തിറങ്ങി. പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ ബസ് സ്റ്റോപ്പ് തിരക്കിയുള്ള പോക്കായിരുന്നു. പിന്നെ ബസ് വന്നു, അതിൽ കയറി. റോഡ് പണിയായതുകൊണ്ട് ഇതേ കാഴ്ചകളായിരുന്നു മിക്കവാറും ഇടകളിലൊക്കെ ഉള്ളത്. പിന്നെ ചിലയിടത്തൊക്കെ വലിയ കുഴികൾ, ചെറിയ കുഴികൾ, അങ്ങനത്തെ കുറേ കാഴ്ചകൾ കാണാമായിരുന്നു.
പിന്നെ അടുത്ത് പ്രൈവറ്റ് ബസ്സിൽ കയറി ഇനി വീട്ടിലോട്ടുള്ള യാത്രയായി. അപ്പം സീറ്റൊക്കെ കിട്ടി. അപ്പം സ്കൂൾ അവധിയും കൂടെ ആയതുകൊണ്ട് തിരക്ക് കുറവായിരിക്കും. അപ്പം ഞങ്ങൾ വീടെത്തി. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.